ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ല നാടൻ നീർദോശയും അതിനൊപ്പം കൂട്ടാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് കറിയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. വീഡിയോയിലിട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പോളം പച്ചരി എടുത്തിട്ടുണ്ട്. അത് ഞാൻ രാത്രി തന്നെ കഴുകി കുതിർത്ത് വെച്ചേക്കുന്നതാണ്. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കുമ്പോൾ രാത്രി തന്നെ കഴുകി കുതിർത്ത് വെക്കുന്നതാണ് നല്ലത്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ ഈ പച്ചരി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് അരക്കാൻ ആവശ്യത്തിന് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. അരയാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനൊപ്പം തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഈ മാവ് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കുകയാണ്. അതിനായിട്ട് ഞാൻ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ലൂസാക്കി എടുക്കണം കേട്ടോ. ലൂസാക്കി എടുക്കാനായിട്ട് പച്ചവെള്ളം യൂസ് ചെയ്യാൻ പാടില്ല. അരിക്കാൻ വേണ്ടി മാത്രമാണ് പച്ചവെള്ളം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം ചൂടുവെള്ളമായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മുടെ ദോശമാവ് ഇരിക്കേണ്ടത്. നന്നായിട്ട് ലൂസായിരിക്കണം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു തവ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. തവ ചൂടായി വരുമ്പോൾ മാവൊഴിച്ച് നമുക്ക് ഓരോ ദോശയെ ചുട്ടെടുക്കാം. ഇനി ഞാനതൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇപ്പം നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുക്കറിലിട്ട് വേവിക്കുകയാണ്. ഇനി ഇതിലോട്ട് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് എടുക്കുന്നത്. അത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് വേണ്ടത് സവാളയാണ്. ഞാനിവിടെ ഒരു ചെറിയ മീഡിയം സൈസ് സവാളയുടെ 1/4 ഭാഗത്തോളാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലോട്ട് വേണ്ടത് മുളക് പൊടിയാണ്. അത് ഞാനൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ എയറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ കറിക്ക് കൊഴുപ്പ് കിട്ടാനായിട്ട് തവി വെച്ചിട്ട് ആ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഈ കറി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.